വെച്ച് ചൂടായ കാര്യം പറയട്ടെ. സെറ്റിൽ വെച്ച് ചൂടായോ? എന്തിനാ ചൂടായോ? എല്ലാം പറയുന്നു ഇവിടെ, എല്ലാം പറയണം. നിങ്ങളെ പറ്റി ആർക്കും കുറച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, അപ്പൊ എല്ലാം അറിയണം. സെറ്റ് വെച്ച് യൂഷ്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് വെച്ച് എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ തിരിച്ചു നോക്കി എന്തോ ചെയ്തില്ല, ഞാൻ എങ്ങോട്ടോ നോക്കിയിരുന്നു. അതിനു വേണ്ടി എൻ്റെ അടുത്ത് ചൂടെ നിനക്കിപ്പോ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ സമയമില്ലല്ലോ, അതാണ് ഇതാണ് ഞാൻ നോക്കി നിനക്ക് നോക്കാൻ വയ്യല്ലോ. 2 വർഷം നടത്തിക്കും, പക്ഷെ നോക്കിയില്ലെങ്കിൽ പ്രശ്നം. പറയൂ. ഇന്നും പറഞ്ഞ എൻ്റെ അടുത്ത് ആണെങ്കിൽ ഇത് ഹോൾ ഡേ ഹി ഡിഡ്ന്റ് ടോക്ക് ടു മീ, എന്റെ സംസാരിച്ചു പോലും ഇല്ല. ചൂടെടുത്തിട്ടായിരിക്കുമല്ലോ. അതെ അതെ അതെ, സത്യങ്ങൾ ഇങ്ങനെ പുറത്ത് വരുമ്പോഴും വേർക്കും. അപ്പൊ ഇങ്ങനെ കുഞ്ഞു കാര്യം മതി പെട്ടെന്ന് ദേഷ്യപ്പെടാൻ. മേഘ എങ്ങനെയാണ്? ദേഷ്യം ആളാണോ? വെരി റയർലി. ഓക്കെ, ഇതിന്റെ മുഖത്തൊക്കെ എനിക്ക് ദേഷ്യപ്പെടാൻ. ഞാൻ ഇപ്പൊ റീസെന്റ് അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്, നീ ശരിക്കും ഹ്യൂമൻ ആണോ ഏലിയൻ ആണോ അല്ലെ, ഇപ്പൊ 2 days ബാക്ക്. കാരണം എന്താ വെച്ചെങ്കിൽ നോർമലി ഒരു ചൂടാവേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടപ്പെടേണ്ട സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ കേട്ടോ. ലിറ്ററലി ഭയങ്കര പ്രാക്ടിക്കലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ചോദിക്കുമ്പോൾ നീ എന്താണ്, നിനക്കൊരു സങ്കടമില്ല അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ നീ ചൂടാകാതെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തിനാ പാചകം, അതിപ്പോൾ കഴിയും, ഇപ്പോൾ കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല സമയമാണ് പോകുന്നത്. ഇപ്പം നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് നെഗറ്റീവ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കും നെഗറ്റിവിറ്റി കിട്ടി, നമ്മളെ നല്ല സമയം പോയി. കാരണം ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരിക്കും, ആ നല്ല സമയം കൂടി പോവും, നമ്മുടെ എനർജി വേസ്റ്റ്, ആ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ കിടക്കും. പോട്ടെ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എങ്കിൽ നമുക്ക് സംസാരിക്കാം. ചെയ്യാൻ പറ്റില്ലേ, ലീവ് ഇറ്റ്, മൂവ് ഓൺ. ഇത് മാഷാ അല്ലാഹ് ഭയങ്കര അടിപൊളി സംഭവം, ഭയങ്കര രസമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരേ പ്രൊഫഷനിൽ ഉള്ള ഒരാളെ തന്നെ ലൈഫ് പാർട്ട്ണറായി കിട്ടണം എന്ന് നേരത്തെ ആഗ്രഹിച്ചിരുന്നു? നോ. നോ. എന്തായിരുന്നു കുട്ടിയുടെ ഒരു ലൈക്ക് ഭാവി പാർട്ട്ണർ ലൈഫ് പാർട്ട്ണറിനെ ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ള കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു? ഞാൻ ലൈക്ക് റീസെൻ്റ് അല്ല, കുറച്ച് കാലം മുന്നേ എടുക്കുകയാണെങ്കിൽ ഞാൻ മെഡിസിന് പഠിക്കാൻ വേണ്ടി പോകാൻ റെഡിയായി നിൽക്കുന്ന ആളായിരുന്നു. പക്ഷേ ഷൂട്ടായി, വർക്കായി, പിന്നെ അതിലേക്കായി. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഇനി തൊട്ട് എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെ ആയിരിക്കും. കല്യാണത്തിന്റെ മുമ്പേയുള്ള പ്ലാൻ അല്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചോണ്ട് പിന്നെ മേഘക്ക് മെഡിസിൻ പഠിക്കാൻ പറ്റിയില്ല ഇല്ല, കല്യാണത്തിന് മുന്നേ ലൈക്ക് മീഡിയത്തിലും സീരിയൽ ജോയിൻ ചെയ്ത മുന്നേ ഞാൻ മെഡിസിൻ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ സീരിയൽ വന്നു. സോ ഐ ഹാവ് ടു ഡ്രോപ്പ് മൈ മെഡിസിൻ പ്ലാൻ നിർത്തിയിട്ടാണ് ഞാൻ സൈക്കോളജി പഠിക്കാൻ വേണ്ടി പോയത്. അതും പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോഴ്സ് സെലക്ട് ചെയ്തത് ആൾക്കാർ ചോദിക്കും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പഠിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി സെലക്ട് ചെയ്തതാണ്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഈസ് മൈ പ്രൊഫഷൻ ആക്ടിങ്. പിന്നീട് സൈക്കോളജി പഠിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഐ വാസ് ലൈക്ക് ഓക്കെ ഈ പ്രൊഫഷൻ, ഈ ആക്ടിങ് പ്രൊഫഷനിൽ ഒരിക്കലും നമുക്ക് എന്താണ് ലൈഫ് ലോങ് നിൽക്കില്ല, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടും ആവാം ഇന്നും ആവാം. സോ ഐ നീഡ് എ ഡിഗ്രി. അങ്ങനെ കുറേ അഡ്വൈസും തന്നിട്ടുണ്ട് കേട്ടോ, നീ പഠിക്കണം, നിനക്ക് ഡിഗ്രി വേണം, ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പവർ ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പം പിന്നെ ഐ തോട്ട് ഓക്കെ ആക്ടിങ് ഒരു മെയിൻ പ്രൊഫഷൻ ആക്കാതെ അല്ലാത്ത പ്രൊഫഷൻ ആക്കണമെന്ന്. ആ സമയത്ത് 2 ആക്ടേഴ്സ് നിൽക്കുന്ന സെയിം പ്രൊഫഷൻ ഒന്നിച്ചേർന്ന് പോവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത് വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ പ്രൊഫഷൻ ഞാൻ ചേഞ്ച് ചെയ്തു. സോ അപ്പം നമ്മളിപ്പോൾ സെയിം പ്രൊഫഷൻ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നല്ലൊരു പ്രൊജക്ട് കിട്ടിയാലും ഒരുമിച്ച് ചെയ്യണം, ഒരുമിച്ച് കിട്ടിയെന്നല്ല, നല്ലൊരു പ്രൊജക്ട് കിട്ടണമെങ്കിൽ ചെയ്യണമെന്നുണ്ട്. ബട്ട് ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ വി ആർ ബ്ലെസ്ഡ് ടു ഡു. കാരണം അന്ന് കാരണം ഇത് രണ്ടിലും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ ഞങ്ങൾ റിയൽ പെയർ ആയിരുന്നില്ല. ഈവൻ ദോ മെയിൻ ലീഡ്സ് ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അതിൽ ഓപ്പോസിറ്റ് ഐ മീൻ ഞങ്ങൾ ലീഡ്സ് ആയിരുന്നില്ല. അപ്പോൾ എന്നിട്ട് പോലും ആൾക്കാർ ഇത്രയും അത് ഏറ്റെടുത്ത് ഇത്രയും അതിന് ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒറിജിനൽ ആയിട്ട് ഒരു പെയർ ചെയ്തെങ്കിൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. So ഒരു പ്രോജക്റ്റ് കിട്ടി ഡെഫിനറ്റ്ലി വി ബോത്ത് ആർ റെഡി ടു ഡു ഇറ്റ്. ഓക്കേ. സൽമാന്റെ എന്തായിരുന്നു ഒരു ഭാവി ഭാര്യനെ പറ്റിയുള്ള ഒരു ഇത്? സത്യം പറഞ്ഞാല് എനിക്ക് അല്ല സത്യമായിട്ടും എനിക്ക് അങ്ങനെ കുറെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും സിഗ്മ എന്ന് വെച്ചാൽ ബ്രേക്കപ്പിന് ശേഷം ആയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉണ്ടായ എൻ്റെ ലവ് ലൈഫ് ടൈമിൽ ഇന്ന ക്വാളിറ്റി ഉണ്ടാവണമെന്ന് വിചാരിച്ച് കണ്ടുപിടിച്ച ആളൊന്നുമല്ല. ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരാളെ കുറിച്ച് ഒറ്റ ഇതേ ഉള്ളൂ, വാട്ട് എവർ ദ പാസ്റ്റ്, മുമ്പ് എന്തൊക്കെ ആയിരുന്നാലും ലവിലായി കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കണം പുള്ളിക്കാരത്തിയുടെ ഒരു വേൾഡ്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ ഹാപ്പിനെസ് ഓർ വാട്ട് എവർ, അത് ഞാനായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല. നീണ്ട മൂക്കുള്ള കുട്ടി
മറ്റേ എന്താ ഉപ്പുറ്റി വരെ മുടിയുള്ള കുട്ടി നീണ്ട അങ്ങനത്തെ മൂക്ക് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വേണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് എല്ലാം കൂടി ലാസ്റ്റ് കുട്ടികൾക്ക് വലിയ മൂക്കായാലും അങ്ങനെയൊന്നുമില്ല. അടുത്തത്, എനിക്ക് വളരെ വലിയ അളവിൽ പൊസസീവ്നെസ് ഉണ്ട്. പോസിറ്റീവാണ്, രണ്ടാളും പോസിറ്റീവാണ്. അതെനിക്ക് മനസ്സിലായി, നോക്കിയില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ എക്സ്പ്രസിംഗിൽ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് പൊസസീവ് അടിച്ചാലും ഞാൻ ഇങ്ങനെ പോയി ചൊറിഞ്ഞോണ്ടിരിക്കില്ല, ഞാൻ മിണ്ടാതിരിക്കും. ആ മിണ്ടാതിരിക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും എന്തോ ഒന്ന് അടിച്ചിട്ടുണ്ട്. പക്ഷെ പാച്ചു ആണെങ്കിൽ ഓൺ ദി സ്പോട്ട് ഫയറിങ് ആയിരിക്കും. തുറന്ന് പറയും, നീ അങ്ങനത്തെ ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പിന്നെ മുഖം വെറുപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അതൊക്കെ അറിയുമ്പോ തോന്നി എന്തോ എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറുണ്ട്. തങ്ങൾ 2 മതത്തിൽപ്പെട്ടവരാണ്, പ്രായവ്യത്യാസമുണ്ട്. എന്നാൽ ഇന്നത് വലിയ കാര്യമല്ല എന്നാണ് മേഘയും സൽമാനും പറയുന്നത്. പരസ്പര സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും വിശ്വാസവും ഉണ്ടെങ്കിൽ 2 പേരുടെ ജീവിതം അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് മേഘയും സൽമാനും പറയുന്നു. അതേസമയം മേഘയ്ക്ക് സൽമാനോട് ഒരു താല്പര്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ടെന്ന് മേഘയുടെ വീട്ടിൽ അറിയാമായിരുന്നു. ഈ 2 വീട്ടുകാർക്കും ഇങ്ങനെ ഒരു വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കൂടി മേഘയുടെ അച്ഛൻ വിവാഹ സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ എത്തി അനുഗ്രഹിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. വിവാഹ സമയത്ത് ആരാണ് ഈ വിളിക്കാതെ വന്നത് എന്ന് നോക്കിയപ്പോഴാണ് മേഘയുടെ അച്ഛനാണെന്ന് മനസ്സിലായത്. അവളെ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തി, അവളെ പൊന്നുപോലെ നോക്കണമെന്നാണ് മേഘയെ ഏൽപ്പിച്ചുകൊണ്ട് മേഘയുടെ അച്ഛൻ സൽമാനോട് പറഞ്ഞത്. തന്റെ വീട്ടിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സൽമാൻ പറയുന്നു. എന്നാൽ പിന്നീട് തന്റെ അമ്മ വിളിച്ച് സംസാരിച്ചു, മെസ്സേജ് അയച്ചു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇതിനെല്ലാം മാറ്റം വരുമെന്നും കോൺഫിഡൻസോടെ ഇരുവരും പറയുന്നുണ്ട്. 2021 22 എന്ന് കൃത്യമായി ഓർമ്മയില്ല. അന്ന് മേഘയുടെ 18ാം പിറന്നാളായിരുന്നു. ആ ദിവസമാണ് സൽമാനോട് പ്രപ്പോസ് ചെയ്തതും നിരസിച്ചതും. ഞാൻ പ്രണയിക്കാൻ യോഗ്യനല്ല, എനിക്കത് ലക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരസിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, അത് ഞങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് വിശ്വസിച്ചു എന്ന് മേഘ പറയുന്നു. 2 വർഷം കാത്തിരുന്നു, അവസാനം എങ്ങനെയൊക്കെയോ വളച്ചു എന്നാണ് മേഘ പറയുന്നത്. മിഡിരണ്ടിലും എന്ന സീരിയലിൽ നിന്ന് സൽമാൻ പിന്മാറേണ്ടി വന്നൊരു സമയമുണ്ടായിരുന്നു. ഇമോഷണലി തന്നെ ഒരുപാട് കരയിപ്പിച്ച സംഭവമായിരുന്നു അത്. സീരിയലിൽ നിന്നും മാറി നിന്നപ്പോഴും മേഘയുടെ പ്രണയം ശക്തമായിരുന്നു. ഓക്കെ, അത് സീരിയസ് ആണെന്ന തോന്നൽ ഉള്ളിൽ വന്നപ്പോൾ സുഹൃത്തിനോടാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം മേഘയോട് ശരി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും പ്രണയം സ്വീകരിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഫോർമലായി ഒരു ഐ ലവ് യു പോലും പറഞ്ഞില്ല. കല്യാണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് നിന്റെ പ്രണയം ഞാൻ സ്വീകരിക്കുന്നു എന്ന തരത്തിൽ ഔദ്യോഗികമായി പ്രപ്പോസ് സ്വീകരിച്ചത്.